നിങ്ങളാരും സ്വർഗത്തിന് മാത്രം അനുഗ്രഹിക്കുന്നവനാണ് ദൈവം എന്ന് കരുതണ്ട. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്കുള്ളിലാണെങ്കിൽ പ്രിയമുള്ളവരെ, നിശ്ചയമായും സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തെയും ഭൂമിയെയും പടച്ച, സ്വർഗത്തെയും ഭൂമിയിലും വാഴുന്ന സർവശക്തനായ ദൈവത്താൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാം. എന്താ ചെയ്യേണ്ടത്? ഈ തിരുവചന ദൂതിന്റെ കണ്ടന്റ് എന്താ? ഇന്ന് ദൈവത്തിന്റെ സന്നിധി പോയിരിക്കും. അബ്രഹാമിനെ പോലെ, ദൈവമേ, നിന്റെ ഹിതത്തിന്, നിന്റെ പദ്ധതിക്ക് ചേരാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. ഞാൻ ഈ 2025 ആദ്യമേ പറഞ്ഞു, നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, ഇപ്പൊ അത്യാവശ്യമായത് ദൈവത്തിന്റെ സംസാരമാണ്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, നിന്റെ സംസാരം ഞങ്ങൾക്ക് ആവശ്യമപ്പാ. കർത്താവായ യേശുവേ, നീ എന്നോട് സംസാരിക്കണമേ. കൂടുതൽ പ്രാർത്ഥനയൊന്നും വേണ്ട, ഇത്രയും മതി. കർത്താവായ യേശുവേ, എന്നോട് സംസാരിക്കണമേ. നിന്റെ സംസാരം ഞങ്ങൾക്ക് ആവശ്യമപ്പാ. അവിടുത്തെ ഹിതത്തിന് ചേരാത്തത് എന്തെങ്കിലും